ഹായ് ഹലോ, നമ്മുടെ ഷോപ്പിൽ 2022 മോഡൽ സ്റ്റാൻഡേർഡ് 350 വന്നിട്ടുണ്ട്. ഇത് BS6 വണ്ടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ EFI ആയിട്ടുള്ളൊരു വണ്ടിയാണെന്നുള്ളതിൽ ഇതിൽ കാണാൻ പറ്റും. നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് കാർബുറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇത് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ചെയ്ത് വെച്ചിരിക്കണമെന്ന് കഴിഞ്ഞാൽ BS6 വണ്ടിയിൽ ഫുൾ വരുന്നത് ഒരു EFI, അതായത് ഒരു സെൻസറിങ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് BS3 വരുന്ന ഫുൾ കാര്യങ്ങളാണ് നമ്മളിതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിതിൻ്റെ വയറിംഗ് കിറ്റ് മൊത്തമായിട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ഫ്യൂവൽ പമ്പ് മാറ്റിയിട്ട് നമ്മൾ പെട്രോൾ യൂണിറ്റ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു BS6 വണ്ടിയിൽ നമ്മൾ ചെയ്യേണ്ട മാറ്റങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിലൊരു സെൻസറിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് BS6 വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഒക്കെ കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർക്കിൻ്റെ എക്സ്പെൻസും കുറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇതിലൊരു റോൾ ഓണിൻ്റെ ചെയിൻ പോക്കറ്റും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റിന് ശേഷം നമ്മൾ 2 റേസിൻ്റെ പുതിയ ടയേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ ബെൻഡായിരുന്നു, എല്ലാതും ബെൻഡടിച്ച് നമ്മളിതൊരു ക്ലീൻ വണ്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് തന്നെ ഡെലിവറി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ EFI ആയിട്ടുള്ള വണ്ടിയിൽ ഒരുപാട് കംപ്ലയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. താങ്ക് യു.